ആരുടെ മുന്നിലും ആദർശം അടിയറവ് വെക്കാത്ത ഒരു പ്രവാചകനായിരുന്നു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന് വലിയ ഗുണങ്ങൾ, അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മളെ അറിയിച്ചു തരുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ ഗുണം ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ, ഒരു സമുദായമായിരുന്നു. ഒരു വ്യക്തിയെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആനിൽ ഒരു സമുദായം എന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഭാരിച്ച ചുമതലകൾ, ബാധ്യതകൾ അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഏതൊരു മില്ലത്തിൽ അടിയുറച്ചു നിന്നുവോ ആ ഒരു ആദർശത്തെ അല്ലാഹു അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആദർശത്തെ സ്വീകരിച്ച് അംഗീകരിച്ച് ആ മില്ലത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ലോകത്തോട് പ്രഖ്യാപിച്ചു. കാരണം അത്രത്തോളം ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ജീവിച്ചു വളർന്ന് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരുടെ മുന്നിലും അടിയറവ് പണയപ്പെടുത്തുകയില്ല. സ്വന്തം പിതാവിന്റെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് 33 കോടി ദേവതകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റം കാണിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ട് പോലും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ്, സൃഷ്ടാവ്, രക്ഷിതാവ് ഇല്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ പിതാവിനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഹിജ്റ ചെയ്ത പ്രവാചകൻ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശമാണ് അറബി ലോകങ്ങൾ ഇന്ന് അംഗീകരിക്കേണ്ടത്. നമ്മളെല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നതും അത് തന്നെയാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് സ്മരിക്കാത്ത ഒരു ദിവസം മുസ്ലിം സമുദായത്തിലില്ല. നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന സലാത്തിന് പോലും പേര് സലാത്തെ ഇബ്രാഹിമി എന്നാണ്. നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന് ഓതിയാലും നമസ്കാരത്തിൽ ഓതിയാലും ഫർള്, സുന്നത്ത്, ഇനി പെരുന്നാൾ നമസ്കാരത്തിലാകട്ടെ, നമ്മൾ ഇതൊക്കെ ഓതുമ്പോഴും അതൊക്കെ ആ സ്വലാത്തിന്റെ പേര് ഇബ്രാഹിമി സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, നീ നബിതങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണം, എല്ലാവിധ ബർക്കത്തുകളും ചെയ്യണം. ആർക്ക് ചെയ്തതുപോലെ, ആർക്ക് നീ നിഅമത്ത് അനുഗ്രഹങ്ങൾ ചെയ്തതുപോലെ, കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ചെയ്ത അനുഗ്രഹം പോലെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഈ ഇബ്രാഹിമി സലാത്താണ്. അതിന്റെ പേര് തന്നെ ഇബ്രാഹിമി സലാത്ത് എന്നാണ്. അപ്പൊ എത്രത്തോളം അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ വിനയത്തോടുകൂടി എല്ലാം അടിയറവ് വെച്ച് തന്റെ മുന്നിൽ നമ്രശിരസ്കനായി പടച്ചവന് വേണ്ടി കീഴ്വണങ്ങുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വേറെ ആർക്കും അതിന്റെ മുന്നിൽ ഒരു സ്ഥാനം നൽകുകയില്ല. ഇനി എന്തെല്ലാം പ്രതാപങ്ങൾ ഉണ്ടായാലും, സമ്പത്തുണ്ടായാലും, ആയുധബലങ്ങൾ ഉണ്ടായാലും, ആൾബലമുണ്ടായാലും, സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ തലകുനിക്കുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ അറബി ലോകത്തിന്റെ അവസ്ഥ ഖേദകരം, ലജ്ജയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ലോക പ്രസിഡന്റ് അറബ് രാജ്യത്തിലേക്ക് വന്നപ്പോൾ ട്രില്യൺ കണക്കിന് ഡോളർ കൊടുത്താണ് സ്വീകരിച്ചത്. ട്രില്യൺ കണക്കിന്, ബില്യൺ അല്ല, ട്രില്യൺ കണക്കിന് ഡോളറുകൾ. ഇന്ന് പാവപ്പെട്ട നമ്മുടെ മക്കൾ, അഹ്ലു ബൈത്തുകൾ അങ്ങനെ
അങ്ങനെ തന്നെ നമുക്ക് പറയാം, ഫലസ്തീനിലെ അഹ്ലു ബൈത്തുകൾ മണ്ണ് തിന്ന് ജീവിക്കുന്നു, പുല്ല് തിന്ന് ജീവിക്കുന്നു, പട്ടിണി കിടന്ന് മരിക്കുന്നു. 5 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം 2500 രൂപയ്ക്ക് ഇസ്രയേലുകാർ അവിടെ വിറ്റഴിക്കുന്നുവെങ്കിൽ ആ സാധുക്കളായ കുഞ്ഞുമക്കളടക്കം, പെൺകുട്ടികളടക്കം, ഉമ്മമാരടക്കം, ഉപ്പമാരടക്കം വിശന്ന വയറുമായി അവർ നിലവിളിക്കുമ്പോൾ ആടിനെയും ഒട്ടകത്തെയും പുഴുങ്ങി തിന്നിട്ട് ജൂതനസ്രാണികൾക്ക് പച്ചപ്പരവതാനി വിരിച്ചു കൊടുത്ത് മുസ്ലിം സമുദായം തിന്നേണ്ട സമ്പത്തിന്റെ ഒരു മുഖ്യ ഭാഗം, ഒരു ഭീമമായ ഘടകം ഈ പറയപ്പെടുന്ന ലോക പോലീസിന്റെ മുന്നിൽ അടിയറവ് വെക്കാൻ ഇന്നത്തെ വൃത്തികെട്ട അറബി ജനതകൾ തയ്യാറായെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതൃകയാണ്. ആരുടെ മുന്നിലും അടിയറവ് വെക്കാതെ ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ, ഋജുമാനസീകനായി പടച്ച തമ്പുരാന്റെ മുന്നിൽ മാത്രം നെറ്റിത്തടം സമർപ്പിക്കാനും ആ ആദർശധീരൻ തയ്യാറായെങ്കിൽ ആ സ്മരണയാണ് പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധമായ കഅബ സ്ഥിതി കൊള്ളുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സഊദിയുടെ മണ്ണിലേക്ക് ലോക പോലീസിന്റെ നേതാവ് വന്ന്, ലോക പ്രസിഡന്റ് വന്ന് ഇറങ്ങിയപ്പോ സ്വീകരിച്ച് കൈകൊടുത്തതൊരു പെണ്ണാണെങ്കിൽ ഓർത്തുകൊള്ളണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ആദരവായ പ്രവാചകൻ ഞങ്ങളുടെ ദൂതനാണ് എന്ന് പരിശുദ്ധ വാക്യം കൊണ്ട് പ്രതിജ്ഞയെടുത്ത അറബി ലോകമാണ് ആ ജൂതനസ്രാണികൾക്ക് വേണ്ടി പരവതാനി വിരിച്ചു കൊടുത്തുകൊണ്ട് 2 കൈകളും നീട്ടി മുസാഫഹത്ത് ചെയ്ത് സ്വീകരിച്ചുവെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇതേപോലെ ആവേശത്തോടെ, ആഗ്രഹത്തോടു കൂടി അവിടുത്തെ അറബി പെൺകുട്ടികൾ വന്നിട്ട് നബിതങ്ങളെ ഒന്ന് കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇല്ല മക്കളെ, അതിന് സാധ്യമല്ല. അന്യ പെണ്ണിന്റെ കൈക്ക് പിടിക്കൽ ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്, അത് നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒരു മറയ്ക്കപ്പുറത്ത് നിന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് അതാണ് നമ്മുടെ പ്രതിജ്ഞ ബൈഅത്ത് എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ അറബി ലോകം അത് പഠിച്ചിട്ട് മറച്ചു വെച്ചിട്ട് പെൺകുട്ടികളെ രംഗത്തേക്ക് ഇറക്കി അവരുടെ ഔറത്ത് പരസ്യമാക്കിക്കൊണ്ട് തലമറയ്ക്കാതെ നടക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഏതൊരു അറേബ്യൻ രാജ്യത്താണ് ആ ഒരു നിയമങ്ങൾ ഇറങ്ങിയത്, ആ രാജ്യത്തെ കീറി മുറിച്ചുകൊണ്ട് ആ നിയമത്തെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് പരസ്യമായിട്ട് ലോക പോലീസിന്റെ മുന്നിൽ പെൺകുട്ടികൾ നഗ്നർ എന്ന് വേണം ഇസ്ലാമിക ഭാഷയിൽ പറയാൻ, അല്ലെങ്കിൽ അർദ്ധനഗ്നകളായി നിന്ന് ആടി പാടിക്കൊണ്ട് അദ്ദേഹത്തെ വരവേറ്റെങ്കിൽ പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിച്ച, അതിറങ്ങിയ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ സ്ഥലത്ത് കണ്ട ആ നിർഭാഗ്യകരമായ, ആ ദോഷകരമായ ആ ഒരു പ്രവൃത്തി അല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അറബി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അറബി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇനി ആര് വന്നാലും, ലോക പോലീസ് അല്ല, ലോകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവൻ ഇനി ആര് തന്നെ വന്നാലും എന്റെ റബ്ബിന്റെ മുന്നിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ മുട്ടുകുത്തുകയില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഈ ബലിപെരുന്നാൾ ദിവസം ലോകം ആഘോഷിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു സിറിയൻ പണ്ഡിതനുണ്ടായിരുന്നു, ഒരു വലിയ പ്രശസ്തനായ എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, ചരിത്രകാരനാണ്. മുഹമ്മദ് നാബൽസ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക. നിദാഉല്ലാഹി ലിൽ മുഅ്മിനീൻ എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു വലിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ റാണി, മന്ത്രി അറേബ്യൻ രാജ്യത്തിലേക്ക് വന്നപ്പോ കുറെ അറബികളായിരുന്നു, മുസ്ലിം ലോകം അറബികളാണ് അവരെ സ്വീകരിക്കാൻ എത്തിയത്. അന്നൊരു പെണ്ണായ ആ ഒരു വനിത, ആ ഒരു മന്ത്രി അറേബ്യൻ രാജ്യത്തേക്ക് കാലുകുത്തിയപ്പോ എയർപോർട്ടിൽ സ്വീകരിക്കാൻ നൂറുകണക്കായ ആളുകൾ പോയി. എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ്, കൈ കൊടുത്ത് സ്വീകരിച്ചു. അതിൽ ഒരേ ഒരാൾ കൈ കൊടുത്തില്ല, ഒരേ ഒരാൾ. അപ്പൊ ആ മന്ത്രിസഭയിലുള്ള അറേബ്യൻ വംശജനായ ഒരേ ഒരാൾ കൈ കൊടുക്കാതെ വന്നപ്പോൾ അറബി ലോകം അദ്ദേഹത്തെ ആ വനിതയുടെ വിരുന്ന് ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി, ആ സൽക്കാര ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തി. സൽക്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ മന്ത്രി ചോദിച്ചു, എന്റെ കയ്യിൽ എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു, എനിക്ക് കൈ തന്നു, പക്ഷെ ഒരാൾ മാത്രം വിട്ടുനിന്നു, ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം എവിടെ?
അന്ന് ആ സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. ആ മന്ത്രി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു അവരുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി, കൈ കൊടുത്തു. സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഇനി നിങ്ങൾ എത്ര വലിയ മന്ത്രിയാകട്ടെ, രാജ്ഞിയാകട്ടെ, ആരുമാകട്ടെ, ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത് അന്യ പെണ്ണിന്റെ കൈ പിടിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിന് ഏത് പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിച്ചു വന്നവരാണെങ്കിലും അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ബ്രിട്ടീഷ് മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, ഇതേപോലെ ഈ അറബി ലോകം, ഈ മുസ്ലിം ലോകം ഇദ്ദേഹത്തിന്റെ പോലെ ആദർശമുള്ളവരായിരുന്നെങ്കിൽ ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരിക്കുന്നത് അറബികളായിരിക്കും. ആ ബ്രിട്ടീഷ് വനിത പറഞ്ഞൊരു വാക്കാണ്. മുഹമ്മദ് നാബൽസ് എന്ന സിറിയൻ സാഹിത്യകാരൻ എന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അറബ് ലോകം ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭരിക്കുമായിരുന്നു, ഇസ്രയേലികളെ ഭരിക്കുമായിരുന്നു, ജൂതനസ്രാണികളെ ഭരിക്കുമായിരുന്നു. പക്ഷേ 57 രാഷ്ട്രങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന മുസ്ലിം രാജ്യം എന്നും മുസ്ലിം രാജ്യം നാമം കൊണ്ട് നമുക്ക് പറയാം. ഈ പാവപ്പെട്ട മക്കൾ അവിടെ അറുകൊല ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധമായ ഇന്ന് നമ്മൾ വസ്ത്രം ധരിച്ച് അത്രപൂശി നല്ല നെയ്ച്ചോറും ബിരിയാണിയും മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് വയറ് നിറച്ചു വരുമ്പോ നമ്മളുടെ സഹോദരങ്ങളാണ്, അഹ്ലു ബൈത്തുകളാണ്, പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ്. ഒരു തണലില്ല. ഉമ്മയാരാണ്, ഉപ്പയാരാണ്, ഭർത്താവ് എവിടെ, ഭാര്യ എവിടെ, അയൽവക്കക്കാരെവിടെ, കൊച്ചാപ്പ മൂത്താപ്പ എവിടെ, ആരുമെന്നും ഒന്നും അറിയാതെ പാവപ്പെട്ട ആ പിഞ്ചു പൈതലുകൾ ഒരു നേരത്തെ ഒരു ചാൻ വയറിന് വേണ്ടി 3 നേരമല്ല 1 നേരമെങ്കിലും വയറ് നിറയ്ക്കാൻ വേണ്ടി അവർ നിലവിളി കൂട്ടുമ്പോൾ ശാരീരിക മാസകലം അവർ ഗുരുതര പരിക്കേറ്റിട്ട് അത്യാഹിതത്തിലും അത്യസന്ന നിലയിലും കഴിയുമ്പോൾ അവർക്കൊരു ഇഞ്ചക്ഷനും മരുന്ന് പോലും ഇല്ലാതെ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മാത്രം മാധുര്യം കൊണ്ട് അവർ ചികിത്സ നേടുമ്പോൾ ആലോചിച്ചു നോക്കണം അറേബ്യൻ സമൂഹമേ, 57 രാഷ്ട്രം ഇന്ന് ജൂതനസ്രാണികൾക്ക് വേണ്ടി ഓശാന പാടുകയാണ്. അവരുടെ മുന്നിൽ ജനിച്ചു വന്ന അതേ ഇബ്രാഹിം ഖലീലുല്ലാഹിയാണ് ലോകത്തിന് മാതൃകയായത്. ഒരൊറ്റ ജൂതന്റെയോ നസ്രാണിയുടെയോ മുശ്രിക്കിന്റെയോ മുന്നിൽ തലകുനിക്കില്ല. സാക്ഷാൽ എനിക്ക് ജന്മം നൽകിയ എന്റെ ഉപ്പയാണെങ്കിൽ പോലും അള്ളാഹ്ക്ക് എതിരായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ മുന്നിൽ ഞാൻ തലകുനിക്കുകയില്ല. എന്റെ മുന്നിൽ അവൻ കേവലം ഒരു സാധാരണക്കാരനാണെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ബലിപെരുന്നാൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ല, വർഷങ്ങളായി മക്കളില്ല. 80ഓളം വയസ്സ് നരച്ചുപോയ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, ഒരു കുഞ്ഞു പൈതലിനെ പടച്ചവനെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ വളരെ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും അല്ലാഹു സ്വീകരിച്ചുകൊണ്ടാണ് ഒരു കറുത്ത സുന്ദരിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജന്മം നൽകിയത്. ഓർക്കണം, ലോകം ഇന്നത്തെ ദിവസം ആദരിക്കുന്നത്, അംഗീകരിക്കുന്നത് പരിശുദ്ധമായ സഫാ മർവയുടെ ഇടയിലൂടെ നമ്മൾ ഓടുമ്പോ ആ പച്ച ലൈറ്റ് കാണുമ്പോ പുരുഷന്മാര് വേഗതയോടെ ഓടുകയും സ്ത്രീകൾ സാധാരണ നിലയിൽ നടന്നു പോവുകയും ചെയ്യണമെങ്കിൽ അതിന്റെയൊക്കെ കാരണക്കാരി ഇന്ന് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കറുത്ത വർഗക്കാരെ, അമേരിക്കയിൽ നിന്ന് കറുത്ത വർഗക്കാരെ ആട്ടിയോടിക്കപ്പെടുമ്പോൾ ഇന്നും ഇവിടുത്തെ സവർണ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികൾ ഈ കറുത്ത വർഗക്കാർക്ക് സ്ഥാനമാനം നൽകാതിരിക്കുമ്പോൾ ഓർക്കണം, 5000 വർഷങ്ങൾക്ക് മുമ്പ് ആ സഫാ മർവയ്ക്കിടയിലൂടെ ഓടിയത് ഒരു കറുത്ത പെണ്ണാണ്, ഒരു കറുത്ത സുന്ദരിയാണ്. ആ സുന്ദരിയുടെ പേരാണ് ഹാജർ റളിയല്ലാഹു തആല അൻഹ. ആ ബലിപെരുന്നാൾ ദിവസത്തിൽ അവരുടെ ആ ഒരു സ്മരണയാണ് നമ്മൾ ഇന്ന് ലോകം അയവിറക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇസ്ലാം നൽകിയ സ്ഥാനമാണ്. ഇസ്ലാം 4 സഹാബാക്കളെ പരിശുദ്ധമായ സ്വർഗം അങ്ങോട്ടേക്ക് അള്ളാഹയോട് ചോദിച്ചിരിക്കുകയാണ്, റെക്കമെൻഡേഷൻ ചെയ്തു. സ്വർഗം അള്ളാഹുവെ 4 പേരെ എനിക്ക് നീ തരണം. സ്വർഗം അള്ളാഹയോട് ചോദിച്ചു. അതിൽ ഒന്ന് ആരാ? കറുത്ത വർഗക്കാരനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല. കറുത്ത വർഗക്കാരൻ അവിടെ സ്ഥാനം
സ്ഥാനമുണ്ട്. പരിശുദ്ധമായ കഅബയുടെ താക്കോല് കൊടുത്തിട്ട് കയറൂ ബിലാൽ, കയറൂ ബിലാൽ, കയറൂ ബിലാൽ, കറുത്ത വർഗക്കാരന് സ്ഥാനമുണ്ട് എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയത് പരിശുദ്ധമായ കഅബയുടെ സമുച്ചയത്തിൽ വെച്ചിട്ടാണ്. ഇസ്ലാമിൽ അതാണ്. അവിടെ അന്യനെന്നില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, മൂക്ക് ചപ്പിയവനെന്നില്ല, മുടി ചുരുണ്ടവനെന്നില്ല, ചെമ്പിച്ചവനെന്നില്ല, മുതലാളിയില്ല, തൊഴിലാളിയില്ല, പണ്ഡിതനില്ല, പാമരനില്ല. എല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ അവന് മാത്രമാണ് സ്ഥാനമെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മതത്തിന്റെ ആദർശത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഇസ്ലാം നബിയുന റസൂലുള്ളാഹി തങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കറുത്ത വർഗക്കാരന് ഏതെങ്കിലും സവർണന്റെ അമ്പലത്തിന്റെ തിരുപ്പടിയിൽ ഒന്ന് കാലി ചവിട്ടാൻ അനുവാദമുണ്ടോ? ഏതെങ്കിലും മേലാളന്മാരുടെ വീടിന്റെ ഉള്ളിൽ അന്തരത്തിൽ കയറാൻ, അകത്തെ കയറാൻ അവകാശമുണ്ടോ? വലിയ വലിയ അമ്പലങ്ങളുടെ പടി ചവിട്ടാൻ അവകാശമുണ്ടോ? എങ്കിൽ ഏത് കറുത്ത വർഗക്കാരനാകട്ടെ, അധസ്ഥിത, അധകൃത, അശരണനാകട്ടെ, ആലംബഹീനരാകട്ടെ, പരിശുദ്ധമായ ഇസ്ലാം അവരെ മാടി വിളിക്കുകയാണ്. നിങ്ങൾ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ വന്ന് നിങ്ങൾ സുജൂദ് ചെയ്തുകൊള്ളിൽ. നിങ്ങളെ പരിപാലിക്കുന്ന സമ്പന്നനായ മുതലാളിമാരാണ് നിന്റെ പിറകിൽ നിന്ന് നമസ്കരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിന്റെ പാദം അവന്റെ തലയിൽ സ്പർശിക്കും നീ സുജൂദ് ചെയ്യുമ്പോൾ. അത് ഇസ്ലാമിൽ അന്യമല്ല, ഒരു പ്രശ്നമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മതത്തിന്റെ വക്താക്കളാണ് നമ്മളെങ്കിൽ ആ ആദർശം ആരുടെ മുന്നിൽ നമ്മൾ പടയപ്പെടുത്തേണ്ടതില്ല. കാരണം നമ്മൾ 5 നേരവും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ. അല്ലാഹ്, ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിം അല്ല, ഞാൻ ഒരു മുനാഫിഖ് അല്ല പടച്ചവനെ, ഞാൻ ഋജുമാനസീകനായ മുസ്ലിമാൻ, 24 കാരറ്റ് മുസ്ലിമാണ് പടച്ചവനെ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ്, എന്റെ എല്ലാം, എന്റെ ചലന നിശ്ചലനാവസ്ഥകൾ, എന്റെ നമസ്കാരം, എന്റെ ഇബാദത്ത്, എന്റെ സംസാരം, എന്റെ നടത്തം, എന്റെ ഇരുത്തം, എന്റെ ഖുർബാനി എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹ് നിനക്ക് മാത്രമാണ് പടച്ചവനെ എന്ന് എല്ലാ വഖത്തും നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നുവെങ്കിൽ മരണം വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഒരു പ്രതിജ്ഞയാണ് അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്ക് നൽകിയതെങ്കിൽ നമ്മൾ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ഇത് ഓതിക്കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇന്നനി അന മിനൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വത്തിൽ അല്ലാഹ് പറയുന്നത് വലം യകു മിനൽ മുശ്രിക്കീൻ, വലം യകു മിനൽ മുശ്രിക്കീൻ. ഒരു മുശ്രിക്കിന്റെ മുന്നിൽ അടിയറവ് വെക്കാൻ പോയില്ല, ഒരു മുശ്രിക്കിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല, ഒരു നസ്രാനിയെയും അംഗീകരിക്കാൻ തയ്യാറായില്ല. ശാകിറൻ ലി അൻഉമി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നന്ദിയുള്ളവനായിരുന്നു, നന്ദിയുള്ളവനായിരുന്നു. അള്ളാഹു നമുക്ക് തന്ന ഇസ്ലാം, ഈ പരിശുദ്ധമായ ഇസ്ലാം, ഈ ശുദ്ധമായ ഇസ്ലാം, ഈ സംസ്കാരമുള്ള മതം ഇസ്ലാം, ഈ ഇസ്ലാം അള്ളാഹു നമുക്ക് തരുമ്പോ പടച്ചവന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വത്തിൽ അല്ലാഹ് പറയുന്ന വാക്കാണ് ശാകിറൻ ലി അൻഉമി വലം യകുൻ മിനൽ മുശ്രിക്കീൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ മുസ്ലിമാ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിത. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം എന്താ? ഭക്ഷണം കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വം. ചെറിയ പെരുന്നാൾ നമസ്കാരം, നിങ്ങൾ ചെറിയ പെരുന്നാൾ നോമ്പ് പിടിച്ചിട്ട് ചെറിയ പെരുന്നാൾ നമസ്കരിക്കാൻ മുസല്ലയിൽ വരുന്നതിന് മുമ്പ് സാദിക്കളായ മക്കൾ തൊട്ടടുത്ത് കിടപ്പുണ്ട്, അവർക്ക് കൊണ്ടുപോയി നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ മുസല്ലയിലേക്ക് വരാവൂ. നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അതേപോലെ ഈ ബലി പെരുന്നാൾ ദിവസത്തിൽ ലഹു ബഅദ റുജൂഇകും മിൻ മുസല്ലാക്കും, നിങ്ങൾ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയ ഉടനെ നിങ്ങൾ ബലിമൃഗത്തെ അറുത്തിട്ട് അതിന്റെ ഓഹരി സാധുക്കൾക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കണം. ഈ 2 പെരുന്നാളും ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് സാധുക്കളെ സഹായിക്കാനാണ്, സാധുക്കളെ സഹായിക്കാനാണ്. ഈ അറബികളുടെ മുന്നിൽ കിടന്ന് ഈ പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കൾ മണ്ണ് തിന്ന് ജീവിക്കുമ്പോ അറബികൾ ആടും ഒട്ടകവും പുഴുങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ വെറുതെ ഒരു 2 പിടി തിന്നിട്ട് ബാക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. നാളെ റബ്ബിന്റെ കോടതിയിൽ ഇവർക്കൊരു സ്ഥാനവും ഉണ്ടാകില്ല. ഇവരെയൊക്കെ നാളെ പിടിച്ചു നിർത്തപ്പെടും. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ റൂഹ് പോകുന്ന സമയത്ത് അദ്ദേഹം പിടച്ചുകൊണ്ട് നിലവിളിച്ച ഒരു വാക്കുണ്ട്, എന്റെ പൊന്നുമക്കളെ, ഞാനൊരു ആട്ടിടയനായാൽ മതിയായിരുന്നു. ഇന്ന് അധികാരത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം.
ആയിരിക്കണം. അധികാരത്തിന്റെ കസേരയൊക്കെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്, വലിയ രസമാണ്, പേരും പ്രശസ്തിയും കിട്ടും. പക്ഷേ നമ്മുടെ മയ്യത്ത് ഖബറിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വേണ്ട. ആ ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് റൂഹ് പിടിക്കാൻ മലക്ക് വരുമ്പോൾ അപ്പോൾ അവൻ മനസ്സിലാക്കും